ഞാൻ എപ്പോഴും എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ലൈക്ക് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദൈവം എന്താണ് വചനത്തിൽ പറയുന്നത്, ഞാൻ അത് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എവിടെയോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അമേരിക്കയിൽ വന്ന ഒരു സമയം, ലൈക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ വന്ന ആദ്യ മാസങ്ങൾ, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എവറിത്തിങ് ഈസ് ദെയർ, ബട്ട് സംവെയർ ഐ ഫീൽ ലൈക്ക് ഐ എം എംപ്റ്റി. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ആശ്വാസമില്ല, സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി എന്താ കാര്യം. അപ്പൊ ഞാൻ മമ്മി വിളിക്കും, മമ്മി പറഞ്ഞോളെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിക്കുക. ദർ ഇസ് സംതിങ്, ചിലപ്പോൾ ഒരു ബാറ്റിൽ ആയിരിക്കും, ഇറ്റ്സ് ലൈക്ക് എ സ്പിരിച്വൽ വാർഫെയർ, യു ഹാവ് ടു പ്രേ. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ബട്ട് നോ, ദർ ഇസ് സംതിങ് റോങ്. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടത്. അപ്പൊ ഞാൻ ദൈവസന്നിധി ഒരു ദിവസം മുഴുവൻ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ദിവസം, അതൊരു ജൂലൈ മാസത്തിലാണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക്, ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുന്നു, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഇവിടെ അമേരിക്കയായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് ഹാർഡ്. ഞാൻ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആവാം. സോ ഒത്തിരി ലൈക്ക് ഫിസിക്കലി ഞാൻ ഒത്തിരി ടയർഡ്, അറ്റ് ദ സെയിം ടൈം ഇമോഷണലിയും ഞാൻ ഒത്തിരി ഡൗൺ ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു, വൈ ദിസ് ഇസ് ഹാപ്പനിങ്, ലൈക്ക് ഞാനൊരു ദൈവ പൈതലല്ലേ, എനിക്ക് എങ്ങനെ എന്തിന് ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്, വൈ ഐ ആം ഫീലിംഗ് ലോൺലി, എനിക്ക് എവിടെയോ ആരും ഇല്ലാത്തൊരു ഫീലിംഗ്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ ഫീലിംഗ് വരുമ്പോൾ എനിക്ക് അറിയാവുന്നത് ബൈബിൾ എടുത്ത് വായിക്കാനാണ്. സോ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. ബട്ട് ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഐ എം നോട്ട് ഗെറ്റിംഗ് പീസ്, എനിക്ക് പീസ് കിട്ടുന്നില്ല. നേരത്തെ അങ്ങനെയല്ല, നമുക്കൊരു സ്ട്രഗിൾ വരുമ്പോൾ ഓടിപ്പോയി ബൈബിൾ വായിച്ചാൽ ഐ ഫീൽ പീസ് ഇൻ മൈ ഹാർട്ട്. പക്ഷെ ഇത് പീസ് അല്ല, സംതിങ് ഈസ് റോങ്. അപ്പം ഞാൻ ഒരു ദിവസം ദൈവസന്നിധി കരഞ്ഞു, കർത്താവ് എന്തുവാ ഇത്, എനിക്ക് സമാധാനം ഇല്ല, സ്വസ്ഥതയില്ല, എനിക്ക് എന്തോ സംഭവിക്കുന്ന പോലൊക്കെ തോന്നുന്നു. സോ ഒരു ദിവസം മൊത്തം ഞാൻ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അറിയണം, എന്തുവാ ഇത്, എനിക്ക് അങ്ങയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു ദിവസം മൊത്തം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഓ കർത്താവ് എന്നെ കൈവിട്ടു, എന്തോ എന്റെ ജീവിതത്തിൽ കുറവുണ്ട്, ലൈക്ക് ദൈവത്തിന് എന്നെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന് എന്തെങ്കിലും പറ്റുമോ എനിക്ക്, ലൈക്ക് ദിസ് ഇസ് ദ തോട്ട്സ് ദാറ്റ് ഈസ് കമ്മിങ് ഇൻ മൈ ഹാർട്ട്. അത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഐ എം ലൈക്ക്, നോ ഗാഡ്, എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പം യൂട്യൂബിൽ മെസ്സേജസ് കേൾക്കാൻ തുടങ്ങി, പക്ഷെ മെസ്സേജ് കേൾക്കുന്നുണ്ട്, ബട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല, പീസ് കിട്ടുന്നില്ല. വചനം വായിക്കുന്നുണ്ട്, പീസ് കിട്ടുന്നില്ല. ബട്ട് വൺ ഡേ ഐ ടോൾഡ്, നോ ഗാഡ്, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് ഞാൻ ഫിസിക്കലി ടയേർഡാ, പ്രഗ്നൻസിയുടേതായ ഇതുണ്ട്. ബട്ട് ഐ ആസ്ക് ഗാഡ്, യു ഹാവ് ടു ടോക്ക് ടു മീ, അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ലൈക്ക് ദൈവം കൂടെ കൈവിട്ടെന്നുള്ള ചിന്ത വരുന്ന അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. വെൻ യു ആർ എ ബിലീവർ, ലൈക്ക് അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ബട്ട് വെൻ യു ആർ എ ബിലീവർ ആൻഡ് യു ഗോ ത്രൂ ദി സ്ട്രഗിൾ. ഒരു ദിവസം ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച, കർത്താവ് എന്നോട് ഇങ്ങനെ, എനിക്ക് വചനം ഇങ്ങനെ എടുത്തു ഞാൻ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാനൊരു മെസ്സേജ് കേൾക്കുക യൂട്യൂബിൽ. അന്ന് ഞാൻ കേൾക്കുന്നത് പാസ്റ്റർ ബാബു ചെറിയാന്റെ ഒരു മെസ്സേജ്. അദ്ദേഹം ഒരു കൺവെൻഷൻ ലൈവായിട്ട് പ്രസംഗിക്കുക. അപ്പം അമേരിക്കയിൽ ആ സമയത്ത് അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകല, ഞാനത് ലൈവായിട്ട് മെസ്സേജ് യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവന് പലപ്പോഴും നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കാൻ, ഇപ്പം ദാവീദ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് തന്നെ ഇന്ന് ശോധന ചെയ്യും. ശോധന ചെയ്തിട്ട് പറയുന്നുണ്ട്, കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, എന്റെ അകൃത്യമുണ്ടെങ്കിൽ, എന്റെ പാപമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചില സമയങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാ. ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ലോൺലിനെസ്, എവിടെയോ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യും. എവിടെയെങ്കിലും പാപം മറഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്നോട് ചോദിക്കുക, ഞാനോ? ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, ബട്ട് ആസ് എ ക്രിസ്ത്യൻ ഐ എം ബീങ് സോ ഓപ്പൺ ടു യു. ഞാൻ ഇന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് എന്റെ ടെസ്റ്റിമണി പറയുന്നത്. ലൈക്ക് ഞാനും ചിന്തിച്ചൊരു കാര്യമുണ്ട്, പാപങ്ങളുണ്ട്, ബട്ട് ലൈക്ക് എന്നെ തന്നെ ഞാൻ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരെ പോലെ പാപമൊന്നും ചെയ്യുന്നില്ല. ബിക്കോസ് വി ഹാവ് കെപ്റ്റ്, നമ്മൾ പെന്തിക്കോസുകാർ കുറെ ക്രൈറ്റീരിയാസ് വെക്കും പാപത്തിന്. എന്തുവാ? 10 കൽപ്പന, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ദീസ് ആർ ദ സെയിംസ്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. സോ ഐ എം പെർഫെക്റ്റ്. ബട്ട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ബട്ട് ഞാൻ ദൈവത്തോട് ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ, ഇത് നിന്നോടുള്ള ദൂത. എനിക്കിവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പാസ്റ്റർ മെസ്സേജ് ലൈവായിട്ട് പറയുമ്പോൾ അദ്ദേഹം എന്നോടാ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് മെസ്സേജ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ബൈബിൾ തുറന്നിട്ട് കർത്താവിനോട്, കർത്താവേ പ്ലീസ് സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയോ എന്റെ കുറവ് എനിക്ക് വെളിപ്പെടുക, എവിടെയോ. കർത്താവേ എന്നോട് സംസാരിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, മോളെ, യെസ്, നീ നിന്റെ ലൈഫിനെ നോക്കുമ്പോൾ യു ആർ എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ. മനസ്സിലായോ?
നമ്മൾ നോക്കുന്ന പെർഫെക്റ്റ് ക്രിസ്ത്യൻസ് എന്താ? നമ്മളിപ്പോ ഒരാൾ അയ്യോ ആ കൊച്ചു നല്ലതാണ്, നമ്മൾ എന്ത് ക്രൈറ്റീരിയയുടെ പറയുന്നത്? ആ കൊച്ചു എല്ലാ ഞായറാഴ്ചയും ചർച്ച വരുന്നുണ്ട്, കണ്ണടച്ച് പാട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആ കൊച്ചു എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, നമ്മൾ ഇതൊക്കെ നല്ലൊരു കൊച്ച, നല്ല സ്വഭാവ. ഓൾ ദീസ് ആർ ദ ക്രൈറ്റീരിയസ് വി പുട്ട് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ. ബട്ട് കർത്താവിന്റെ ക്രൈറ്റീരിയയിൽ ഇതല്ല ഡസൻ മാറ്റർ. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്, നീ ഒരു ചെക്ക് ലിസ്റ്റ് ക്രിസ്ത്യനാണ്. മീൻസ് നീ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ആഴ്ച ചർച്ചിൽ പോയി ഉപയോഗിച്ചോ, ബൈബിൾ വായിച്ചോ, എല്ലാ ദിവസവും രാവിലെ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, യെസ്. ബട്ട് എന്റെ ഹൃദയം നീ എപ്പോഴെങ്കിലും അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നോ കർത്താവ്, എനിക്കത് ലൈക്ക് ഐ നെവർ ആസ്ക് ദാറ്റ്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, മോളെ, യു ഹാവ് ടു, എന്റെ സന്നിധി ഇരിക്കുന്നീ, എന്നോട് നീ ചോദിക്ക. അപ്പൊ ഞാൻ ദൈവസന്നിധി ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നെ ഓരോ പാപങ്ങള് എനിക്ക് പാപമല്ല എന്ന് ഞാൻ ചിന്തിച്ച പാപങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. അതിൽ ആദ്യത്തെ പാപം എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത് സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരണം. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, യെസ്, നീ ദൈവസന്നിധി വരുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ടെസ്റ്റിമണി നിങ്ങൾക്കറിയാം, ആസാദി കിടപ്പുണ്ട്. യെസ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടിയൊക്കെ തരുമ്പോൾ വാട്ട് വി തിങ്ക് ഇസ്, കണ്ടോ ഐ എം സംതിങ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടോ കർത്താവ് എനിക്ക് മറുപടി തന്നത്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. സോ ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് ആണോ നമ്മൾ വിലയിരുത്തുന്നത്. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, നോ, ഞാൻ ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഴ കൊടുക്കുന്നവനാണ്. ഹി ഡസ് എവറിത്തിങ് ഇൻ ഹിസ് ടൈം ഫോർ എവ്രി വൺ. പക്ഷേ അതല്ല മാനദണ്ഡം നിത്യതയിലെത്താൻ. കർത്താവ് ഒരു വീട് തന്നത് കൊണ്ടോ ഒരു ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിൽ തന്നത് കൊണ്ട് ദാറ്റ് ഡസന്റ് മാറ്റർ നമ്മൾ നിത്യതയിലെത്തുന്നു. കർത്താവിനോട് പറഞ്ഞ കാര്യം, ഇങ്ങനെ നീ നിന്റെ ലൈഫിനെ കൊണ്ടുപോയാൽ ബന്ധമുണ്ട്, സ്വർഗവുമായിട്ട് ബന്ധമുണ്ടെന്ന് യു തിങ്ക്, ബട്ട് യു ആർ നോട്ട് ദ റൈറ്റ് ബ്രൈഡ് ഫോർ മീ. എനിക്ക് ഞാൻ നോക്കിയിരിക്കുന്ന മണവാട്ടി ആയിട്ട് വരത്തില്ല നീ. അതിന് നീ എന്റെ സന്നിധിയിൽ ഇരിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം. ദൈവമക്കളെ, ഞാൻ അന്ന് എന്നെ സറണ്ടർ ചെയ്തു. യെസ്, ഞാൻ എന്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ ഞാനൊരു സെൽഫ് റൈച്ചസ്നെസ് ക്രിസ്ത്യൻ ആയിരുന്നു. ഞാൻ എന്നെ ഒന്ന് കമ്പയർ ചെയ്യുമായിരുന്നു. ഐ യൂസ് ടു കമ്പയർ വിത്ത് അതേഴ്സ്. ലൈക്ക് ഓക്കെ, ഐ വാസ് പെർഫെക്റ്റ്, അവർ ചെയ്യുന്നതിനെ പോലെ ഞാൻ ചെയ്യുന്നില്ല. അവർ സഭായോഗം മുടക്കുന്നുണ്ട്, ഞാൻ പക്ഷെ സഭായോഗം മുടക്കുന്നില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നോ, ഒരു ചർച്ചിൽ ആരാധന മുടക്കിയുകൊണ്ട് ക്രിസ്ത്യൻ ദാറ്റ് ഡസന്റ് മാറ്റർ. നീ ചർച്ചിൽ വരുന്നുണ്ടാവും, ബട്ട് നിന്റെ ഹൃദയം എന്റെ കൂടെ ഇല്ലെങ്കിലും. ചർച്ചിൽ പ്രസന്റാ, ബോഡി പ്രസന്റാ, ബട്ട് മൈൻഡ് എവെയാ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവമായിട്ട് ബന്ധമില്ല. അന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചത് ദാവീദിനെ കുറിച്ചാണ്. എന്റെ പേഴ്സണൽ ലൈഫിൽ കർത്താവ് പഠിപ്പിച്ചത്. ഈവൻ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വചനമുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറയാം. ഇഫ് യു റീഡ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-10. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ഇത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അതിൽ ഇംഗ്ലീഷ് വേർഷനിലാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇറ്റ് സേസ് ലൈക്ക് ദിസ്: വുഡ് യു താങ്ക് ദ സെർവന്റ് ഫോർ വാട്ട് ഹി ഡിഡ്, വാട്ട് ഹി ഹാസ് ടോൾഡ് ടു ഡു? ഇറ്റ്സ് ദ സെയിം വിത്ത് യു. Suppose you have done everything you were told to do, then you should say, we are not worthy to serve you, we have only done our duty. So this is a checklist Christian. Checklist എന്തുവാ? ലൈക്ക് ഞാൻ ചില സമയത്ത് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. സോ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, വി ഹാവ് ടു ഡു സംതിങ്. ഞാൻ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, മോർണിംഗ് ഹാവ് ടു ഗെറ്റ് അപ്പ് ദിസ് ടൈം, ഹാവ് ടു പ്രിപ്പയർ ദ ബാഗ്, ഓൾ ദോസ് തിങ്സ്. നമ്മളിങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. സോ are we a Christian that do only what God said us to do? നമ്മൾ അങ്ങനെയാണ്. ദൈവം പറഞ്ഞതേ ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്നു. മനസ്സിലായോ? മോളെ മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, all those things. But ഈ പറഞ്ഞത് ചെയ്യുന്നതും അറിഞ്ഞ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. what I'm saying? ഞാൻ വളർന്നത്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ 4 മക്കളാണ്, ഞാൻ വീട്ടിലെ മൂത്തത്. അപ്പൊ എന്റെ പപ്പ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലൈക്ക് പപ്പ ചൂടൊക്കെ കഴിഞ്ഞാൽ, ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് എന്നെ ദൈവം, ഇപ്പൊ ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോഴും ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ലൈക്ക് പേരൻസ് പലതും എക്സ്പെക്ട് ചെയ്യും കുഞ്ഞുങ്ങളിൽ നിന്ന്.
ചില മക്കളുണ്ട്, എല്ലാ മക്കളും ഡിഫറെന്റ് കേട്ടോ. ഇഫ് യു തിങ്ക് അബൌട്ട് ഹൂ യു ആർ, പറയുന്നത് മാത്രം ചെയ്യുന്ന മക്കളുണ്ട്. ആൻഡ് മമ്മിയും പപ്പായും പറയും വെരി ഗുഡ് ജോബ്, യുനോ മോളെ ചെയ്തു, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു, സ്കൂളിൽ വിട്ട് വരുമ്പം റൂം വൃത്തിയാക്കണം, യാ യു ഡിഡ് ഇറ്റ്, ആ ഗുഡ് ജോബ്. പക്ഷെ ചില പിള്ളേരുണ്ട്, അവർ പറഞ്ഞത് ചെയ്യും, ബട്ട് മോർ ദാൻ ദാറ്റ് പപ്പാടെയും മമ്മിയുടെയും ഹൃദയം അറിഞ്ഞ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എന്റെ പപ്പ എന്നോട് എപ്പോഴും പറയുന്നത്, ബിക്കോസ് പപ്പ ചൂടത്തൊക്കെ ലൈക്ക് നാട്ടില് അറിയില്ല, നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ബൈക്കൊക്കെ ഓടിച്ച് പപ്പ ചിലപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പം ഞാൻ പപ്പയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഞാൻ ഓർക്കും, അയ്യോ പപ്പ ദാഹിച്ചായിരിക്കും വരുന്നത്. ഞാൻ ഒന്നെങ്കിൽ ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഐസൊക്കെ ഇട്ട് പപ്പ വരുമ്പോഴേ ആ ഡോറിന്റെ അവിടെ കൊണ്ട കൊടുക്കും. പപ്പ പറയും, മോനെ താങ്ക് യു, ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്റെ കൊച്ചെ, ലൈക്ക് ആരെങ്കിലും എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തന്നിരുന്നെങ്കിൽ, വെള്ളം എടുക്കാം, പക്ഷെ ജ്യൂസ് ആണെങ്കിൽ നല്ലതായിരുന്നു, എന്റെ കൊച്ച് അത് ചെയ്തു, വെരി ഗുഡ് എന്ന് പറയും. അപ്പൊ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ലൈക്ക് ഒന്നൊരാളെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതും, പപ്പ വന്നു കഴിഞ്ഞിട്ട് പറയാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്ന് ഞാൻ കൊടുത്തു, മേ ബി ഐ ഡോണ്ട് എക്സ്പെക്ട്, ലൈക്ക് ചിലപ്പോൾ താങ്ക് യു പറയായിരിക്കും, ബട്ട് ആ ഹൃദയത്തെ തണുപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ഉണ്ടാവുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. സോ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. കർത്താവ് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്, മോളെ നീ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ഈ ബന്ധം, വൈ യു ആർ കീപ്പിംഗ് ദിസ് റിലേഷൻ വിത്ത് മീ, ഇറ്റ്സ് ജസ്റ്റ് ടു ഡു വാട്ട് ഐ സെഡ് ടു ഡു, ഓർ യു വാണ്ട് ടു ബി ലൈക്ക് ഡേവിഡ്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ ഹൃദയപ്രകാരം നടന്ന മനുഷ്യൻ. ഈ ഹൃദയപ്രകാരം നടക്കുന്നതും വാക്കുകൊണ്ട് നടക്കുന്നതും രണ്ടും രണ്ടാം. പറഞ്ഞിട്ട് ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും, മനസ്സിലായോ? സോ നമ്മൾ പലപ്പോഴും എങ്ങനെയുള്ളവരാകണമെന്നറിയാമോ? നമ്മൾ ദാവീദിനെ പോലെ ഹൃദയപ്രകാരമുള്ള ക്രിസ്തുവാണ്. അന്ന് എന്റെ ലൈഫിൽ കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ സെൽഫ് റൈച്ചസ്നെസ് എടുത്തു മാറ്റണം. ഡോണ്ട് തിങ്ക് യു ആർ പെർഫെക്റ്റ്. കർത്താവിന് ഇതൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു, ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ഓരോ സിറ്റുവേഷൻ, ഓരോ സെക്കൻഡിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നിൽ നിന്ന് കൂടി എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി നീ അപ്പ പ്രവർത്തിക്കണം.